മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെ കൈകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ആപത്ത് വരുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ക്രൂരത ചെയ്ത കരുണേനെ കണ്ണും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇനിയാണ് കരുണയുടെ യഥാർത്ഥ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. എന്തായാലും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി തീർത്ഥാടനത്തിന് പോകാമെന്ന് തീരുമാനിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അമ്പലങ്ങളിൽ പോയി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അതിന് ഗുണമുണ്ടാവും എന്ന് പറയുമ്പം ഞങ്ങളും അത് തന്നെയാണ് ഉദ്ദേശിക്കണം. ഇനിയെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണണം. വേറൊന്നുമല്ല, നിൻ്റെ മോളുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഒന്ന് പോയി കാണണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണേ. പിന്നെ നീ ഒരുപാട് നിഗളിക്കൊന്നും വേണ്ട. നിൻ്റെ മോൾ ഒരിക്കലും നല്ല രീതിയിൽ പ്രസവിക്കാൻ പോണില്ല. അഥവാ പ്രസവിച്ചാൽ തന്നെ അമ്മയും കുഞ്ഞും ആകാശത്തോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കേട്ടത് മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് മോഹിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലേഹേനെ അനന്തുവിനെയാണ്. ലേഹയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തുവേട്ടാ ഞാനിന്നൊരു സ്വപ്നം കണ്ടു, മഹിയോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറയുമ്പം അതെന്തിനാ മഹീനോട് ഇങ്ങോട്ട് വരാൻ പറയണേ, കണ്ണൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് 7-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമോ അനന്തുവേട്ടാ, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ, മഹി ഇവിടെ വരാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പം അനന്തു പറയുന്നുണ്ട്, എന്തായാലും നേരത്തെ അവർ അങ്ങനെ നിന്നിട്ടൊന്നുമില്ലല്ലോ, ഫുൾ ടൈം ഇവിടെ തന്നെ അല്ലായിരുന്നോ മഹി നിന്നുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു റൂമിൽ കഴിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് അവർ ഇവിടെ നിൽക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അവിടെ മഞ്ജു ഉണ്ടല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, എനിക്കതാ മനസ്സിലാവാത്ത, അമ്മയാകാൻ പോകുന്ന 2 പെൺകുട്ടികൾ ആ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടമല്ലേ അനന്തുവേട്ടാ, അവിടെ അങ്ങനെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ കണ്ണനുണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം, ഇനിയിപ്പോൾ കുറച്ച് ദിവസം വേണമെങ്കിൽ മഹിയോടും മഞ്ജുവിനോടും സാഗറിനോടൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പറയാമെന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അതെന്താ കണ്ണേട്ടനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയണമെന്ന് പറയുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അങ്ങനെ കണ്ണനും കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ രണ്ടാനമ്മയ്ക്കും അനിയനും ആ കരുണയ്ക്കും അത് അവരുടെ തറവാടാന്ന് തോന്നും. പിന്നീട് മഹിയും കുഞ്ഞുമായിട്ട് കണ്ണനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുമാത്രമല്ല, നമ്മളുടെ സ്വത്തുക്കൾ അങ്ങനെ മറ്റുള്ളവർക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ലേഹ, കണ്ണൻ അവിടെ തന്നെ നിൽക്കണേ നല്ലത്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് അനന്തുവേട്ടാ, ഇന്ന് ഞാൻ പതിവില്ലാതെ ഒരു ദുസ്വപ്നം കണ്ടു, മഹിക്ക് ആപത്ത് സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പം നീ സ്വപ്നം എന്താണെന്ന് പറ, അങ്ങനെ പറയുകയാണെങ്കിൽ ഫലിക്കൂല എന്ന് പറയുമ്പം അല്ലെങ്കിലും ഈ സ്വപ്നം ഫലിക്കുമൊന്നുമില്ല, എന്നാലും എനിക്ക് എന്തോ വല്ലാത്തൊരു പേടി, മഹി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കുളി കഴിഞ്ഞിറങ്ങിയതും ഉണ്ണി കിടന്ന് ഉറങ്ങണ കാണുമ്പം ഈ കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയും കണ്ണനും ഈ കരുണേനെയും മഹാലക്ഷ്മിയെയും പെണ്ണ് കാണാനായിട്ട് ചെന്ന ആ ഒരു കാര്യം ഈ കരുണ ഓർക്കുന്നുണ്ട്. അന്ന് ഉണ്ണിയും കണ്ണനും ഒരുമിച്ച് പെണ്ണ് കാണാൻ വന്നതും പ്രതാപൻ ദുർഗയുടെ മൂത്ത മോനായ ഇത് മഹാലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നതാന്ന് പറഞ്ഞതും ആ സമയത്ത് കരുണ നോക്കുമ്പം കണ്ണൻ വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ടിട്ട് കരുണ വളരെയധികം സന്തോഷിച്ചതും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ നേരെ നോക്കിയിട്ട് വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് അടുക്കളയിൽ വെച്ച് മഹാലക്ഷ്മി പണിയെടുക്കാൻ പറഞ്ഞ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. നീ എന്തായാലും ഇന്ന് തൊട്ട് പണി തുടങ്ങിക്കോ, അടുക്കളയൊക്കെ നീ പരിചയപ്പെട്ടിരിക്കണം നല്ലതാന്ന് പറഞ്ഞതും ഓർത്തിട്ട് കരുണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഈ സമയത്ത് കരുണയെ താഴെയൊന്നും കാണാഞ്ഞിട്ട് മേളിലോട്ട് വരുന്നുണ്ട്. മേളിൽ വന്നതും കരുണ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നീ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുവാണോ, നീ എന്താ താഴേക്ക് വരാത്ത, ഇന്നിവിടെ മഞ്ജു കൂടി ഉള്ളതല്ലേ, അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ഞാനും കണ്ണേട്ടനും നിന്നോട് പറഞ്ഞിരുന്നല്ലേ, അതുമാത്രമല്ല നീ പൂജാമുറിയിൽ വിളക്കും കത്തിച്ചിട്ടില്ലല്ലോ, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും ചെയ്യാൻ മനസ്സില്ല, നീ ആരുടെ അത് എന്നോട് പറയാമെന്ന് ചോദിക്കണം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും തീരുമാനിക്കാം, എന്തായാലും ഞാൻ പറയണത് കേൾക്കാതെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം എനിക്കിപ്പോൾ നീ പറയണത് കേൾക്കാൻ സൗകര്യമില്ലടി, വിവാഹത്തിന് മുമ്പ് നീ എന്നോട് ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോടി, എൻ്റെ മുന്നിൽ നീ ഒന്ന് ഇരുന്നിട്ടുണ്ടോ, എന്നെ നിനക്ക് പേടിയല്ലായിരുന്നോടി, എനിക്കങ്ങനെ ആർക്കും വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും ഇഷ്ടമല്ല, മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി ആർക്കും വെച്ച് വിളമ്പി കൊടുക്കൂല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും, എന്തായാലും കണ്ണേട്ടൻ ഇപ്പോൾ പുറത്ത് പോയേക്കാം, വന്നു കഴിയുമ്പോൾ കണ്ണേട്ടന് ഞാനും കൂടി ആ കടുത്തൊരു തീരുമാനം എടുക്കുമെന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, നിങ്ങൾ കുറേ ദിവസമായല്ലോ അച്ഛനെ ജയിലിലേക്ക് വിടുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്, എൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ, കൂടെ എനിക്ക് പോകാനും സമ്മതം, എന്തായാലും ഞാനിനി ഇവിടെ വെച്ച് വിളമ്പാനോ അടുക്കളപ്പണി ചെയ്യാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യടിയെന്ന്. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ ഈ വാശിക്ക് നീ കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കരുണ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മഹാലക്ഷ്മിയുടെ നേരെ നോക്കിയിട്ട്
മഹാലക്ഷ്മി സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയതും ഓടി വന്ന് 2 കൈയും വെച്ച് മഹാലക്ഷ്മിയെ തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് താഴെ വീണതും നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. നോക്കുമ്പോൾ മഹാലക്ഷ്മി വീഴുന്നതാണ് കാണുന്നത്. അങ്ങനെ മഞ്ജു എടുത്തിന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നതും ദുർഗയും വരുന്നുണ്ട്. ലക്ഷ്മി ലക്ഷ്മി എന്നും പറഞ്ഞ് മഞ്ജുവും ദുർഗയും കൂടി മഹാലക്ഷ്മിയെ താങ്ങി എണിപ്പിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിക്ക് എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല. ആ രീതിയിലും മഹാലക്ഷ്മി എൻ്റെ കുഞ്ഞെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് എടുത്തിന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കുമ്പോൾ ഉണ്ണി ഈ സൗണ്ടൊക്കെ കേട്ട് ഓടി വന്നിട്ട് കരഞ്ഞോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് അവൾ തന്നി വീണതൊന്നുമല്ല, ഞാൻ അവളെ ഉന്തി വിട്ടതാ, അവളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടെന്ന്. അത് കണ്ടതും ഉണ്ണിക്കാണെങ്കിൽ എന്തോ പോലെ ആവുന്നുണ്ട്. ഉണ്ണി ആകെ ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കണ്ണനും അനന്തും ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും കരുണ ഇപ്പോൾ അടുക്കളപ്പണിയൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അവളെയും കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ആ പ്രതാപനെ സൂക്ഷിക്കണോടാ, അയാളുടെ മോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണ കാണുമ്പോൾ അയാൾ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്തെങ്ങും അയാളെയും കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണേ. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ആ കരുണയുടെ അഹങ്കാരം ശരിക്കും തീർത്തു കൊടുക്കണോടാ, അവളെ അവിടെ ഇട്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കണം, അത്രയും വലിയ വീട് അടിച്ചു തൂത്ത് തുടച്ച് അവൾ കഷ്ടപ്പെടണം, എന്നാലേ ഞങ്ങൾക്കൊക്കെ സമാധാനം ആവുള്ളൂ പറയണം. ആ സമയത്താണ് നമ്മളുടെ കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. കണ്ണൻ ഫോൺ എടുത്തതും മഞ്ജു അല്ല വിളിക്കണേ, ഇവളെന്താ ഈ സമയത്ത് വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തതും കണ്ണേട്ട ഇങ്ങനെ എടുത്ത് സ്റ്റെപ്പിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തു നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, എന്ത് പറ്റിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മഹി സ്റ്റെപ്പിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. അത് കേട്ടതും അനന്തു ആണെങ്കിൽ നീ വെപ്രാളപ്പെട്ടില്ലേ, നമുക്കിപ്പോൾ തന്നെ പോകാമെന്നും പറഞ്ഞ് കണ്ണനെയും കാറിൽ കയറ്റി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കരുണയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. മോഹിനും വന്ന് ഡോറ് തുറന്നതും മുമ്പിലേക്കണ കരുണേനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒറ്റയ്ക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് ഒറ്റയ്ക്കും കൂടി വരാൻ പാടില്ലേ, അവരെന്തേ എൻ്റെ അച്ഛനും മുത്തശ്ശിയെന്ന് ചോദിക്കുമ്പോൾ അവരിവിടെ ഇല്ല, അവരൊരു തീർത്ഥാടനത്തിന് പോയേക്കുക, ഇന്നോ നാളെയോ വരുമായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് കരുണയുടെ ഈ ഭാവവും ദേഷ്യമൊക്കെ കാണുമ്പോൾ മോഹിനിക്ക് സംശയം തോന്നിയിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, നീ കണ്ണനും മഹാലക്ഷ്മിയും പറയണത് അനുസരിക്കാതെ അവരെ ധിക്കരിച്ച് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കി വന്നതാണെങ്കിൽ എന്താ പ്രശ്നം, എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാനൊന്നും പറ്റില്ല, ഇത്രയും നാളും ഞാൻ അവിടെ കിടന്ന് സഹിച്ചു, അവിടെ കിടന്ന് പണിയെടുക്കണേക്കാളും നല്ലത് ഏതെങ്കിലും ജയിലിൽ പോയി കിടക്കണതാ, എന്തായാലും അച്ഛനെ ജയിലിലേക്ക് വിടുമെന്നും പറഞ്ഞല്ലേ അവർ ഭീഷണിപ്പെടുത്തണത്, അച്ഛൻ്റെ ഒപ്പം ഞാനും പോയി കിടക്കാൻ തയ്യാറാണ്. ആ സമയം മോഹിനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ജയിലിൽ കിടക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഓടി നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അധികം വൈകാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും, എന്തായാലും ഇനി എന്നോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ വരണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മോഹിനിക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട് ഈ കരുണയുടെ പ്രവൃത്തിയിൽ മഹാലക്ഷ്മിയെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വന്നതെന്ന്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഓടിപ്പോയി ഫോണെടുത്ത് മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുക്കണില്ല. ആ സമയം മഹാലക്ഷ്മി ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഈ മോഹിനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഹോസ്പിറ്റലിൽ എത്തിയതും അനന്തും ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രെച്ചർ കൊണ്ടാന്ന് പറഞ്ഞതും ആസ്പത്രിയിലെ ജീവനക്കാർ സ്ട്രെച്ചറുമായിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ കണ്ണനും അനന്തും മഞ്ജുവും കൂടെ ചേർന്ന് സ്ട്രെച്ചറിലേക്ക് മഹാലക്ഷ്മീനെ എടുത്ത് കിടത്തിയതും വേഗം തന്നെ അവർ കരഞ്ഞുകൊണ്ട് തന്നെ സ്ട്രെച്ചർ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടതും ഡോക്ടർ ICUലേക്ക് കയറ്റുന്നുണ്ട്. മഹാലക്ഷ്മിയെ ICUലേക്ക് കയറ്റി കഴിഞ്ഞതും മഞ്ജു കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ എടുത്ത് സ്റ്റെപ്പിൽ നിന്ന് വീണതല്ല, തള്ളിയിട്ടതാ, ഞാനത് കണ്ട് പേടിച്ചു പോയി, ഇതുപോലെയുള്ള ഒരു അമ്മേനെയും ആങ്ങളേനെയും ഒന്നും എനിക്കിനി ആവശ്യമില്ല ഏട്ടാ, എത്രയും പെട്ടെന്ന് അവരെയൊക്കെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം, ദുഷ്ടക്കൂട്ടങ്ങൾ ഇതുപോലെയുള്ളവരൊക്കെ എന്തിനാ ഏട്ടാ, ഇനി അവർ നമ്മുടെ വീട്ടിൽ വേണ്ട ഏട്ടാ എന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം അനന്ത് ചോദിക്കുന്നുണ്ട്, അവളിപ്പോൾ അവിടെ ഉണ്ടോ, കമലേശ്വരത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അനന്തുവേട്ടാ, നമ്മളിങ്ങോട്ട് പോകുന്നില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് അനന്തു ലേഖേനെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ്. അങ്ങനെ ലേഖയുടെ അടുത്ത് അനന്ത് പറയുന്നുണ്ട്, ലേഖ നീ പെട്ടെന്ന് റെഡിയാവുക, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ എങ്ങോട്ടൊന്നുമില്ല, ആസ്പത്രിയിൽ വരെ ഒന്ന് പോകണം. ആ സമയത്ത് ലേഖ പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്, ആസ്പത്രിയിൽ എന്താ അനന്തുവേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് കണ്ണനും മഹിയും എല്ലാ കാര്യങ്ങളും വളരെ ലാഘവത്തോടു കൂടിയല്ലേ എടുത്തിരുന്നത്, അതുകൊണ്ട് പറ്റിയതാ, എന്ത് പറ്റിയെന്ന് അനന്തുവേട്ടൻ പറയണേന്ന് ചോദിക്കുമ്പം മഹി സ്റ്റെപ്പിൽ നിന്നൊന്ന് വീണുന്ന്. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, മഹി എങ്ങനെയാണ് സ്റ്റെപ്പിൽ നിന്ന് വീണേന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, ആ കരുണയില്ലേ അവൾ ഉന്തി വിട്ടതാ, അവളിപ്പോൾ കുറേ ദിവസമായിട്ട് കമലേശ്വരത്തെ എല്ലാ പണികളും എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ മഹി കരുണയായിട്ട് സംസാരിച്ചിട്ട് വന്ന സമയത്ത് മഹി ജോലി ചെയ്യാൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് കരുണ മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മഹിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം മഹി ഇപ്പോൾ ICUല, മഹി ഒരുപാട് മേളിൽ നിന്നാണോ അനന്തുവേട്ട വീണേന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, എന്തായാലും മഹി ഇപ്പോൾ ICUല, ഒരിക്കലും ആ കരുണയെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു,
അവളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പം അവളുടെ മനസ്സിലൊരു കൊലയാളി ഉണ്ടെന്നുള്ള ചിന്ത മഹിക്കും കണ്ണനും പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഇനി കണ്ണൻ അവളെ വെറുതെ വിടുമെന്ന് തോന്നണില്ല. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞതല്ലേ അനന്തുവേട്ടാ, ഞാനൊരു ദുസ്വപ്നം കണ്ടു, മഹിയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടിരുന്നെന്ന്. അന്നേരം അനന്തുവേട്ടൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നല്ലോ എന്ന്. അത് കേട്ട് അനന്തു ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ കരുണയ്ക്ക് നല്ല പൊടിപൂരം തന്നെയായിരിക്കും. കണ്ണൻ്റെ അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാന്നുള്ള സത്യം ഉണ്ണീനോടും ദുർഗേനോടും മഞ്ജുവിനോടും ഒക്കെ തുറന്നു പറയുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.